സ്ത്രീയെന്നോ പുരുഷനെന്നോ ചെറുപ്പക്കാരനെന്നോ പ്രായമായവർ എന്നോ വ്യത്യാസമില്ലാതെ ഒട്ടുമിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് തലയിലെ താരൻ. തലയിലെ താരൻ മാറാൻ പല വഴികളും നോക്കി പരാജയപ്പെട്ടവരായിരിക്കും ഒട്ടുമിക്ക ആളുകളും. വിപണിയിൽ പലതരത്തിലുള്ള ഷാമ്പുകൾ ലഭ്യമാണെങ്കിലും ഈ ഷാമ്പു എല്ലാം വാങ്ങിച്ച് തലയിൽ തേച്ച് അവസാനം തലമുടി പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായവർ വളരെ കൂടുതലാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഒരുപാട് ക്യാഷ് മുടക്ക് ഒന്നും ഇല്ലാതെ തന്നെ തലയിലെ താരൻ കളയാൻ സഹായിക്കുന്ന ഒരു മാർഗം നമുക്ക് പരിചയപ്പെടാം. ഈ റെമഡി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു മുട്ട, ഒരു മുട്ടയുടെ വെള്ളയാണ് വേണ്ടത്, ഒരു മുറി നാരങ്ങ, പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കണം. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ മുട്ട എടുത്ത് മുട്ടയുടെ വെള്ള എടുക്കണം. നമ്മൾ മുട്ടയുടെ വെള്ള നീക്കം ചെയ്തെടുക്കുകയാണ്. മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കാവുള്ളൂ, ആ ഉണ്ണി എടുക്കരുത്. നമ്മൾ മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കണം. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങളുടെ തലമുടിയുടെ നീളത്തിനനുസരിച്ച്, പ്രത്യേക ഒരു കണക്കൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ തലമുടിയുടെ നീളത്തിനനുസരിച്ച് കൂടുതൽ മുടിയുള്ളവർ കൂടുതൽ ഒലിവ് ഓയിൽ എടുക്കണം, കുറച്ച് തലമുടി ഉള്ളവർ കുറച്ച് ഓയിൽ എടുക്കണം. ഇനി ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ അടിച്ച് പതപ്പിച്ച് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇത് തലമുടിയിലെ താരൻ മാത്രമല്ല, തലയിൽ നല്ല അടിപൊളിയായിട്ട് മുടി ഉണ്ടാവാനും സഹായിക്കും. നല്ലപോലെ അടിച്ച് അത് പതപ്പിച്ചെടുക്കണം. പതപ്പിച്ചെടുത്ത ശേഷം ഇത് നമ്മുടെ തലമുടിയിലും തലയോട്ടിയിലും തേച്ച് പിടിപ്പിക്കണം. തലയോട്ടിയിലും തലമുടിയിലും തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെ മസാജ് ചെയ്യണം. 15 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് തല ഉണങ്ങാൻ അനുവദിക്കണം. തലയിൽ ഇത് നല്ലപോലെ ഉണങ്ങി പിടിച്ചു കഴിയുമ്പോൾ നല്ലതുപോലെ തല കഴുകി കളയാം. ഷാമ്പു ഉപയോഗിക്കേണ്ടവർക്ക് ഷാമ്പു ഉപയോഗിക്കാം. ഷാമ്പു ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇത് കഴുകി കളയാൻ വേണ്ടി ഷാമ്പു ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം വീതം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും താരൻ പൂർണ്ണമായിട്ടും പോകുന്നതായിരിക്കും. താരൻ പോയി കഴിഞ്ഞിട്ട് താരൻ ഇല്ലാത്തവർക്ക് ഒരു മാസത്തിൽ ഒരു 2 തൊട്ട് 3 തവണ വരെ ഇത് ചെയ്യുന്നത് തലയിൽ താരം വരാതിരിക്കുന്നതിനും തലയോട്ടിയിലുള്ള ആ ചെളിയൊക്കെ പോയി തലയോട്ടി നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും.